अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा हिंदुस्तान हमारा हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा हिंदुस्तान हमारा हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अस्सलामु अलैकुम अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व सहबिहि अजमईन अम्मा बाद. Today, August 15, Independence Day. In this stage, I thought a few words about independence. In 1757, the British came to India, Bengal first. The Indian didn't know that the British have a cunning plan to capture whole India. The British tell that we coming to India for trade. The British first governor was Robert Clive. At that time, they made a company, that East India Company. At that time, they hear that the best quality spices of India made from Malabar and Mysore. They think that we capture Mysore and Malabar, we get lot of spices from there. But they didn't know that the Malabar and Mysore were under control of Tipu Sultan and his father Hyder Ali. The Tipu Sultan and British together became a war first war in 1766. That war the Tipu Sultan win. The second war in 1782. That war also Tipu Sultan win. But the third war become in 1719. That war is British win. Because the British have a cunning plan that the emperor of the Tipu Sultan were under control of them, they will easily win the war. After the third war, the tiger of Mysore were gone, and they capture under the Malabar, and they go to another place and capture whole India under 200 years. And after coming the Mahatma Gandhi, the Mahatma Gandhi returned the British into their country in 1947. Alhamdulillah, salatu wassalamu ala ashrafil mursalin wa ala sahbihi ajma'in amma ba'd. Today, respected Ustad and my dear friends, today I am very happy to have opportunity to express my thought on this day. This auspicious and occasion of Independence Day. This is our 77th Independence Day. Just 77 years ago, we got independence from the British. The story of our Independence Day is very big, which cannot be described in one day. Independence Day is വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിരവധി ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും വർഗീയതയുടെയും വിഭാഗീയതയുടെയും കാലുഷ്യത്തിന്റെയും വെറുപ്പിന്റെയും തീവ്രമായ വികാരങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ മനുഷ്യരെ പരസ്പരം കാണാനാവാത്ത വിധം തെറ്റിച്ചുകൊണ്ടും അവർക്കിടയിൽ വർഗീയമായ വൽക്കരണം നടത്തിക്കൊണ്ടും നമ്മുടെ ഭരണാധികാരികളിൽ നിന്ന് തന്നെ അത്തരം വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നിലവിലെ സാഹചര്യത്തിലാണ് 77ാം സ്വാതന്ത്ര്യ ദിനം നാം കൊണ്ടാടുന്നത്. ഓഗസ്റ്റ് 14, 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിന്റെ അഭിസംബോധനം ചെയ്തുകൊണ്ട് നടത്തിയ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന മനോഹരമായ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്, ദ സർവീസ് ഓഫ് ഇന്ത്യ ഈസ് മീൻസ് ദ സർവീസ് ഓഫ് ദ മില്യൺസ് ഹൂ സഫർ. ഇന്ത്യയെ സേവിക്കുക എന്നതിനർത്ഥം ഇറ്റ് മീൻസ് ദ എൻഡിങ് ഓഫ് പോവേർട്ടി ആൻഡ് ഇഗ്നോറൻസ്.
ദാരിദ്ര്യം അനുഭവിക്കുന്നവന്റെ ദാരിദ്ര്യത്തിന് ഉച്ചാടനം ചെയ്യലാണ്. അക്ഷരാഭ്യാസമില്ലാത്തവനെ അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് വൈജ്ഞാനികമായ മേഖലകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് അവൻ ഉത്തുംഗമായ സോപാനങ്ങളിലേക്ക് എത്തിക്കാൻ ഉതകുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് ഇന്ത്യയെ സേവിക്കുക എന്നതിനർത്ഥം. ഇനീക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അസമത്വം നേരിടുന്ന വ്യക്തികൾക്ക് മുന്നിൽ അവരുടെ അസമത്വം നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ഇന്ത്യയെ സേവിക്കുക എന്നതിനർത്ഥം. എന്റെ സഹോദരങ്ങളെ, IAS-ഉം IPS-ഉം തുടങ്ങിയുള്ള MLA-യും MP-യും മിനിസ്റ്റർ തുടങ്ങിയുള്ള ബോർഡുകൾ വെച്ച് ശീതീകരിച്ച വാഹനങ്ങളിലൂടെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും തലങ്ങും വലങ്ങും സഞ്ചരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കള്, സാമൂഹിക പ്രവർത്തകരൊക്കെ നെഹ്റു പറഞ്ഞ സർവീസ്, ആ ഒരു സേവകനാണോ എന്നാണ് നാം പുനരാലോചിക്കേണ്ടത്. നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ എന്ന മഹാഭാരതം ഒരിക്കലും ഒരു മുസ്ലിമിന്റെയല്ല, ഒരു ഹൈന്ദവന്റെയല്ല, ഒരു ക്രൈസ്തവന്റെയല്ല, ഒരു ജൈന മതക്കാരന്റെയോ ബുദ്ധമതക്കാരന്റെയോ അല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയുടെ മക്കളാണ്, നാം ഭാരതത്തിന്റെ മക്കളാണ് എന്നാണ് നമ്മുടെ ധീരദേശാഭിമാനികൾ പറഞ്ഞിട്ടുള്ളത്. അവർ സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരും തോളോട് തോള് ചേർന്ന്, എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒത്തൊരുമിച്ച് സ്നേഹത്തോടുകൂടിയുള്ള ജീവിതമാണ് അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. ഏതാണ്ട് 50 വർഷത്തോളം, അരനൂറ്റാണ്ട് കാലത്തോളം നമ്മുടെ ഭാരതം സുമോഹരമായ സുന്ദരമായ കൊടുക്കലിന്റെയും ആങ്ങലിന്റെയും പങ്കാളിത്തത്തിന്റെയും സാമൂഹികമായ സാഹോദര്യത്തിന്റെയും സാമുദായികമായ സഹവർത്തിത്വത്തിന്റെയും സംയമനത്തിന്റെയും സംയോജത്തിന്റെയും സമാശ്ലേഷത്തിന്റെയും മനോഹരമായ കഥകളായിരുന്നു അരനൂറ്റാണ്ട് കാലം ഇന്ത്യക്ക് പറയാനുണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ 27 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ, ഒരിക്കലും നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ധ്രുവീകരണത്തിന്റെ സ്വരഭേദങ്ങളാണ് നമ്മുടെ നാടുകൾ നീളെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മുസഫർ നഗറിലെ ഒരു വിദ്യാർത്ഥിയെ മുഖത്തടിക്കാൻ തന്റെ സഹപാഠികളോട് കൽപ്പിച്ച തൃത്യാത്യാഗിയെ പോലുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ഇന്ത്യ? നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹാഫിള് ജുനൈദിനെ, പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ച ഹൃദ്യസ്ഥമാക്കിയ ഹാഫിള് ജുനൈദിനെ ഡൽഹിയുടെ തിരുവോരങ്ങളിലിട്ട് തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലാ? റൈറ്റ് ടു ഈക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം. എന്തിന്റെ പേരിലാണ് ഹാഫിള് ജുനൈദ് കൊല്ലപ്പെട്ടത്? എന്തിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവർ ബീഹാറിലെ JDU നേതാവായ മുഹമ്മദ് ഖലീൽ എന്ന 34-കാരനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലാണ്? ബുൾഡോസർ ബാബ, നമുക്കെല്ലാവർക്കും അറിയാം, 100 കണക്കിന് മുസ്ലിമീങ്ങളുടെ വീടുകൾ തച്ചു തകർത്തു, അവരുടെ മെഡിക്കൽ ഷോപ്പുകളും അവരുടെ സ്ഥാപനങ്ങളും തച്ചു തകർത്തു. എന്തിന്റെ പേരിൽ? ഇഷ്ടമുള്ള മതം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ, ഇഷ്ടമുള്ള വസ്ത്രം അണിഞ്ഞതിന്റെ പേരിൽ എത്രയോ ആളുകളാണ്, എത്രയോ കൗമാരങ്ങളാണ്, എത്രയോ മനുഷ്യരാണ് ക്യാമ്പസ് രാഷ്ട്രീയങ്ങളിൽ പോലും പൊലിഞ്ഞു പോകുന്നത്. നാം ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കണമെങ്കിൽ ഗാന്ധിജിയുടെ ശിഷ്യന്മാരെ നമ്മൾ നിലകൊള്ളണം. ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇൻകുലാബിന്റെ ഈരടികളോടുകൂടി തന്നെ 24-ാമത്തെ വയസ്സിൽ കൊലക്കയറ് കഴുത്തിലണഞ്ഞ ഭഗത് സിംഗിനെ പോലെ, മൈസൂരന്റെ സിംഹമായ വെള്ളക്കാരന്റെ പേടി സ്വപ്നമായ വൈദേശികരുടെ ഇടനെഞ്ച് തകർത്തുകൊണ്ടിരുന്ന ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിലൂടെ, കാളിയാരകത്തെ കാക്കത്തറവാട്ടിലെ രാജകുമാരനായ ഖാലി ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിനിലൂടെ വെള്ളക്കാർക്കെതിരെ മനോഹരമായുള്ള അവരുടെ സത്യത്തിന് തുറന്നെഴുതിയ സെയ്ഫുൽ ബത്താർ എഴുതി വീരേതിഹാസം രചിച്ച മമ്പുറത്തെ തങ്ങളെപ്പോലെ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ, കുഞ്ഞാലി മരക്കാന്മാരെ പോലെ, ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരുടെ, AK ഗോപാലന്റെയും TK മാധവന്റെയും റാണി ലക്ഷ്മിഭായിയുടെയും ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെയും തുടങ്ങി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മനോഹരമായ ആശയത്തിനെ അനർത്ഥമാക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ധീരദേശാഭിമാനികൾ നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എത്രമേൽ വേദനാജനകമായിരുന്നു. മെയ്തൈ കൂക്കി വിഭാഗങ്ങൾ തമ്മിൽ കത്തിയമരുമ്പോ, 2 ഗോത്രങ്ങൾ തമ്മിലടിക്കുമ്പോ 100 ദിവസം എടുത്തു. വെറും 2 മിനിറ്റ് മാത്രം നമ്മുടെ പാർലമെന്റിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ. ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രൗഢഗംഭീരമായ പ്രഭാഷണത്തിൽ നെഹ്റു തന്റെ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്, ഭാരതത്തിൽ ഒരു മനുഷ്യൻ, ഒരു സേവകൻ ഏതു രൂപത്തിലാകണം? കരയുന്നവന്റെ കണ്ണുനീരൊപ്പാൻ കഴിയുന്നവനാകണം, വേദനിക്കുന്നവന്റെ ഹൃദയത്തിന് സമാധാനമേകാനുള്ളവനാകണം. അങ്ങനെയുള്ള സേവകന്മാരെയാണ് ഇന്ത്യക്കാവശ്യം. അല്ലാതെ ഒരു
ഒരു മാധ്യമ പ്രവർത്തകന്, തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകനെ ഒരു IAS കാരൻ വണ്ടി ഇടിച്ചു കൊന്നു കളഞ്ഞത് പ്രിയപ്പെട്ടവർ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അതേപോലെയുള്ള ഡിഗ്രിയുള്ള ആളുകളെയല്ല, അതേപോലെ മനുഷ്യത്വമില്ലാത്ത ആളുകളെയല്ല, അതേപോലെയുള്ള മനുഷ്യനെ കാണാത്ത ആളുകളെയല്ല ഇന്ത്യക്ക് ആവശ്യം. നാം പഠിക്കേണ്ടതുണ്ട്. ഗാന്ധിജി പറഞ്ഞുവല്ലോ, ഇന്ത്യയിൽ വേണ്ടത് ഖലീഫ ഉമറിന്റെ പാർലമെന്ററി സംവിധാനമാണെന്ന്. ചിത്രത്തിന്റെ താളുകൾ പിന്നോട്ട് മറിച്ച് നോക്കിയാൽ കാണാം. ജബലുൽ ഖുബൈസ് പർവ്വത നിരകളിലൂടെ സംസ്കാരമില്ലാതെ നടന്നിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് സംസ്കാരം പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് ഇസ്ലാമിന്റെ വിശുദ്ധമായ കാഴ്ചപ്പാട് നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. അതിന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നാം മാതൃകയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി നല്ല രൂപത്തിൽ ജീവിക്കാനും നല്ല ഭരണകർത്താക്കൾ നമുക്ക് ലഭിക്കാനുമുള്ള തൗഫീഖ്, അവരെ അവരോധിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് റബ്ബ് പ്രദാനം ചെയ്യട്ടെ. നല്ലൊരു ജീവിതം സാധ്യമാക്കാൻ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെന്ന പ്രാർത്ഥനയോടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇന്നാട്ടിലെ എല്ലാ സഹോദരങ്ങളെ ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ तब शुभ नामे जाहे तब शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे। सारे जहां से अच्छा पर्वत वो सबसे ऊंचा, हम साया आसमां का। पर्वत वो सबसे ऊंचा, हम साया आसमां का। वो सन तेरी हमारा, वो फासवा हमारा। सारे जहां से अच्छा हिंदुस्तान हमारा, सारे जहां से अच्छा। गोदी में खेलती है जिसकी हजारों नदियाँ, गोदी में खेलती है जिसकी हजारों नदियाँ। गुलशन है जिसके दम से रश के जिना हमारा। सारे जहां से